എന്ന് അവർ സദയം സദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള കേരളത്തിന്റെ പ്രിയങ്കരിയായ നമ്മുടെ നടക്കാവ് ഗേൾസ് ഹൈസ്കൂൾ അധ്യാപികയെയും പിന്നീട് ഇന്നത്തെ പ്രശ്നങ്ങളെ കുറിച്ചും നമ്മുടെ വിദ്യാലയത്തെ കുറിച്ചും ഒരു ടീച്ചർ എന്ന നിലയിൽ, ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ എല്ലാവിധ പ്രശ്നങ്ങളെ കുറിച്ച് രചിച്ചിട്ടുണ്ട്. അവരുടെ നെല്ല് എന്ന ആദ്യത്തെ പഠിക്കുന്ന കാവൽ എന്ന ചെറുകഥ അവരെഴുതിയതാണ്. ധാരാളം പ്രതിഷ്ഠ നേടിയിട്ടുള്ള ശ്രീമതി പി വത്സലയെ നമ്മുടെ രാജീവ് ഗാന്ധി മെമ്മോറിയൽ അവരെ പോലെയുള്ള ഒരു സ്കൂളിലെ അസംബ്ലി അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പലർക്കും നല്ല വിദ്യാലയങ്ങളിൽ അത് വലിയ കെട്ടിടമല്ല, വലിയ പണക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒറ്റപ്പെട്ട വീടുകളിൽ നിന്ന് ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമുള്ള ഭവനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് സ്കൂളിനകത്താണ് അവരുടെ കൂട്ടായ്മ തുടങ്ങുന്നത്. ഒരു സാമൂഹിക ജീവിതം നിങ്ങൾക്ക് ലഭിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇവിടുത്തെ അധ്യാപകരും മറ്റുമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് അധ്യാപകരുടെ നിർദ്ദേശങ്ങളാണ് നിങ്ങളുടെ ആദ്യത്തെ വഴികൾ നിർണയിക്കുന്നത്. ഈ അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നല്ല മനുഷ്യരായി സമൂഹത്തിലെ പൗരന്മാരായി ജീവിക്കാനുള്ള മാർഗനിർദ്ദേശം ആയിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുക. പാഠപുസ്തകങ്ങൾ പഠിച്ച് 100% മാർക്ക് വാങ്ങുക എന്നതിനേക്കാൾ ഉപരി നാം ജീവിക്കുന്ന ഈ സമുദായത്തിലെ അർത്ഥപൂർണമായ ജീവിതം നയിക്കുന്ന യുവാക്കളായി നിങ്ങൾ മാറുക എന്നതാണ് പ്രധാനം. എളുപ്പം വരും, പക്ഷെ നല്ല മനുഷ്യരായി നല്ല മാർഗങ്ങളിലൂടെ ചരിച്ച് നിങ്ങൾക്ക് കഴിയുക. പ്രകൃതിയെ മലിനപ്പെടുത്തുന്ന ഒരു പ്രവണത നാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രകൃതിയെ പലപ്പോഴും നിങ്ങൾക്കറിയാം, നിങ്ങൾ ഉപയോഗിക്കുന്നതും ഒക്കെ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഉപയോഗിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി നിങ്ങൾ കൂടുതൽ അറിയിക്കാനുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. അതോടുകൂടി തന്നെ നമ്മുടെ പാനൽ സബ്സിഡിയുടെ സജീവമായ പ്രവർത്തനങ്ങളാണ് വിദ്യാലയ കലാസാഹിത്യ. അതുപോലെ തന്നെ നമ്മുടെ ദക്ഷിണ വിദ്യാഭ്യാസ ജില്ല നടക്കുന്ന ഒരു വിദ്യാഭ്യാസ ജില്ലയായി തലശ്ശേരി ഉപജില്ലയും പലപ്പോഴും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവരെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് ദേശീയാണ് അവരെ ദീർഘകാലം പേർ ചെയ്യുന്നത്. എന്നാൽ ഇതിനകം തന്നെ ഒരു സാഹിത്യകാരിയാണ് അവർ. അവരുടെ നെല്ല് എന്ന ആദ്യ വഴികൾ അവർക്ക് കേരള സാഹിത്യ അരക്കില്ല നമ്പരുകൾ ആദ്യങ്ങളൊക്കെ വളരെ പ്രസിദ്ധങ്ങളാണ്. ധാരാളം ചെറുകഥ അവരെഴുതിയതാണ്. നമ്മുടെ പത്താം ഒരു കഥാകൃത്തിന് ഒരു സാഹിത്യകാരി നിങ്ങൾക്ക് നേരത്തോടുകൂടി നമ്മുടെ സ്ഥാപനത്തിന് ലഭിക്കുന്നു. സ്ഥാപനത്തിന് കിട്ടിയ നമ്മുടെ ഭാഗ്യമാണ്. അവരെ ആദരപൂർവ്വം നമ്മുടെ വിദ്യാലയ സാഹിത്യ വേദിക്ക് വേണ്ടി, അതുപോലെ തന്നെ പ്രകൃതിയെ അറിയുക ചിത്രാഞ്ജലി എന്ന തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയുടെ പരിപാടിക്ക് വേണ്ടി ഞാൻ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു അധ്യാപിക എന്ന നിലയിലും കാര്യങ്ങളെ കുറിച്ചും അവർക്ക് നല്ല പരിചയമുണ്ട്. നാണു മാസ്റ്റർ പ്രത്യേകിച്ച് ഈ വേദിയിലേക്ക് പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തമുള്ള ശ്രീമാൻ RK നാണു മാസ്റ്റർ, നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീമാൻ KPV ബാബു മാസ്റ്ററാണ്. നമ്മുടെ എല്ലാ ചടങ്ങുകളിലും നമ്മോടൊപ്പമുള്ള നമ്മുടെ കഴിഞ്ഞ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി PTA ഒട്ടനവധി സഹായങ്ങളാണ് ചെയ്തു വരുന്നത്. അത്തരത്തിലുള്ള നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന സുസജ്ജമായ PTA പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീമാൻ KPV ബാബു മാസ്റ്റർ ഈ ധാരാളം ബാലസാഹിത്യങ്ങൾ ഗ്രന്ഥമായിരിക്കണം എന്ന ചൊല്ലിനെ ജീവിതത്തിൽ നിന്ന് ആകനെയാണ്. കവിതയുടെ ചുമതല തന്നെ, കർത്തവ്യം തന്നെ ജീവിതത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന കവിതയെ പുറത്തെടുത്ത് നിങ്ങളെ സന്തോഷഭരിതരാക്കുക എന്നതാണ്. അത് ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര അനേകായിരം ശ്ലോകങ്ങൾ എഴുതി വെച്ചിട്ടും യാതൊരു കാര്യവും ഇല്ല എന്നാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്.
തലശ്ശേരി എന്ന ദേശം പ്രത്യേകിച്ചും അനേകം ചിത്രകാരന്മാരെയും കവികളെയും ഉണ്ടാക്കിയ ഒരു നാടാണ്. പഴയകാലത്ത് ഇവിടെ പേരുകേട്ട കവികളും എഴുത്തുകാരും ഉണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധരായ ചിത്രകാരന്മാർക്ക് ഉദയം നൽകിയ പ്രദേശവും തലശ്ശേരിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ വരുന്ന നിങ്ങൾ എന്ത് ചെയ്യണം എന്ന്